ഗുജറാത്തിലെ ധാൻപൂർ മെഡിക്കൽ കോളേജിൽ റാഗിങ്ങിനിടെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ 15 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഒന്നാം വർഷ MBBS വിദ്യാർത്ഥി അനിൽ മെഥാനിയെ പ്രതികൾ മാനസിക ശാരീരിക പീഡനത്തിനിരയാക്കി എന്നിപ്പോൾ പോലീസ് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കെതിരെ മെഡിക്കൽ കോളേജ് അധികൃതരും അനിൽ മെഥാനിയുടെ രക്ഷിതാക്കളും നൽകിയ പരാതിയിലാണ് നടപടി. റഷീദ് തന്നെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. റഷീദ്, വിഷയത്തിൽ പരാതി ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തുടർ നടപടികൾ പോലീസ് കൈക്കൊള്ളുകയാണ്. പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? കാവ്യ, തീർച്ചയായും കഴിഞ്ഞ ദിവസം തന്നെ ഈ അറസ്റ്റ് ചെയ്തിട്ടുള്ള 15 പേർക്കെതിരെ FIR രേഖപ്പെടുത്തിയിരുന്നു, രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗുജറാത്ത് പോലീസ് കടന്നിരുന്നില്ല. ഇതിനെതിരെ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും പല വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി 15 വിദ്യാർത്ഥികളെ, ഈ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 വിദ്യാർത്ഥികളെയും ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായി പറയുന്നത് ഈ 15 സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, രണ്ടാം വർഷവും മൂന്നാം വർഷം അടങ്ങുന്ന വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഒന്നാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ധാൻപൂർ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ MBBS വിദ്യാർത്ഥിക്ക് ദാരുണമായൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ റാഗിങ്ങിനിടെ വലിയ രീതിയിലുള്ളൊരു പീഡനം ആ വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെ മണിക്കൂറുകളോളം റാഗിങ്ങിനിടെ ഈ വിദ്യാർത്ഥി ഒരേ പൊസിഷനിൽ നിൽക്കേണ്ടി വന്നു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള മറ്റു വിദ്യാർത്ഥികൾ പറയുന്നത്. ഇതിന് പിന്നാലെ വിദ്യാർത്ഥി കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീടാണ് മരണം സംഭവിച്ചത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ നടപടി സ്വീകരിച്ചുള്ള വിദ്യാർത്ഥികളെതിരെ കോളേജ് അധികൃതരും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇനി ഒരു നോട്ടീസ് ഉണ്ടാക്കുന്നതുവരെ, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഉണ്ടാക്കുന്നതുവരെ കോളേജിലേക്ക് വരേണ്ട രീതിയിലുള്ള സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോളേജ് അധികൃതരും നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന വിഷയം എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ശേഷമാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം, ശനിയാഴ്ച ദിവസമാണ് ഈ റാഗിങ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു വിദ്യാർത്ഥിയുടെ മരണം. പക്ഷേ വലിയ രീതിയിലൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം മുമ്പും സമാനമായ സംഭവങ്ങൾ ഈ മെഡിക്കൽ കോളേജിലും ഗുജറാത്തിലെ വിവിധ ക്യാമ്പസുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ റാഗിങ്ങിനിടെ സംഭവിച്ചിട്ടുള്ള പരാതികളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ആ പരാതികളൊക്കെ സ്വീകരിക്കാൻ കോളേജ് അധികൃതരോ ക്യാമ്പസ് അധികൃതരോ പോലീസോ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി വിശേഷിപ്പിക്കുന്നതാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനവും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഈ മരണപ്പെട്ട വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ 15 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരും മണിക്കൂറുകളകം തന്നെ വരും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് ഗുജറാത്ത് പോലീസ് അറിയിക്കുന്നത്.